ദയവായി എല്ലാ ഭക്തജനങ്ങളും ദയവായി പാലിച്ച് സദ്യയിൽ പങ്കുചേരാൻ എന്റെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. വാഹനങ്ങൾ കൊണ്ടുവന്ന് പൊങ്കാല സദ്യയിൽ പങ്കുചേരാൻ പൊങ്കാല ആശംസകൾ. പൊങ്കാല അടുപ്പുകളിൽ നിന്നും നിങ്ങളുടെ വസ്ത്രങ്ങളിൽ തീ പടരാതെ സൂക്ഷിക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി പടരാതെ സൂക്ഷിക്കേണ്ടതാണ്. കേരള അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ രണ്ടാമത്തെ വട്ടമാണ് പൊങ്കാലയിടണം. പിന്നെ അപ്പേരോടെയും ഫാമിലിയോടെയൊക്കെ ഇടാൻ പറ്റുന്ന സന്തോഷം. ഇനി അങ്ങോട്ടേക്ക് നല്ലൊരു ലൈഫ് വേണം. ഭയങ്കര സന്തോഷം. ഫ്രണ്ടിൽ കയറല്ലേ? ആദ്യമായിട്ടല്ല, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം. നമ്മളന്ന് അവിടെ ഇട്ടില്ലേ, ആദ്യം ഇവിടെ ട്രിവാൻഡ്രം വന്ന ആ ടൈമിൽ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടു, ഇപ്രാവശ്യം ഇടാനുള്ള ഭാഗ്യം കിട്ടി. ഞാൻ ലൊക്കേഷനിൽ ഈ ദിവസം ഷൂട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ അടുപ്പിച്ചിരുന്നു. പക്ഷെ എന്തോ ഷൂട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്താ പറയാ, ഫാമിലിയുടെ കൂടെ എൻ്റെ മക്കള്, ഏട്ടൻ, അമ്മ, അപ്പ എല്ലാരും കൂടി ഇടാൻ വേണ്ടി സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. എന്താണ്, എനിക്കൊരു നല്ല ലൈഫ് കിട്ടിയ ആ സമയത്ത് തന്നെ 4 മാസം കഴിഞ്ഞപ്പോ തന്നെ പൊങ്കാല. സന്തോഷം. ഈ പൊങ്കാലയിൽ എന്തെങ്കിലും പ്രാർത്ഥന ലക്ഷ്യം എന്തെങ്കിലും ഉണ്ടോ? പ്രാർത്ഥനയുണ്ടല്ലോ, എപ്പോഴും പ്രാർത്ഥനയുള്ളൂ. അമ്മ നമ്മുടെ സങ്കടങ്ങളൊക്കെ അല്ലെ, നമ്മുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് പൊങ്കാല ഇടുന്നത്. അപ്പൊ ഞാൻ ദേവിക്ക് വേണ്ടി സമർപ്പിച്ചു. പായസം മാത്രമേ ഉള്ളൂ? ഓ, പായസം മാത്രമേ ഉള്ളൂ. ആ അത്രേ ഉള്ളൂ.